നമസ്കാരം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഓടകൾ വൃത്തിയാക്കാനും അതിന് വെള്ളക്കെട്ട് ശാശ്വതമായ പരിഹാരം, സ്ഥിരമായ പരിഹാരം കാണുന്നതിന് വൻ പദ്ധതികളാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ VV രാജേഷ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിന് തുടക്കം വന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രി VD സതീശനെ നേരിട്ട് കണ്ട് പ്രാഥമികമായ ചർച്ച നടത്തി. കൂടാതെ VD സതീശനെ മറ്റൊരു ചടങ്ങിൽ വെച്ച് VV രാജേഷ് കണ്ടപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച നടത്തുകയും ഇതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് മുഴുവൻ മുഖ്യമന്ത്രി നേരിട്ട് അറിയിക്കുകയും ചെയ്തു. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിലുള്ള വെള്ളക്കെട്ട് രൂപീകരിക്കുന്ന കനാലുകളിലെ 90% സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള കനാലുകളാണ്. ബാക്കി മാത്രമാണ് ചെറു ഓടകൾ കോർപ്പറേഷന്റെ കീഴിലുള്ളത്. അപ്പോൾ ഇത്തരം കനാലുകളുടെ വീതി കൂട്ടി അതിന്റെ സൈഡ് വാള് കെട്ടി കമ്പിവേലികൾ കെട്ടി മാലിന്യം വലിച്ചെറിയാൻ കഴിയാത്ത രീതിയിൽ കെട്ടി ഒരുക്കിയെടുത്ത് ഭംഗിയാക്കി രൂപീകരിക്കണം എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പദ്ധതി. ഈ പദ്ധതിക്ക് കോർപ്പറേഷൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ യാതൊരു പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷിന്റെ പദ്ധതി എന്നിരുന്നാൽ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും കോർപ്പറേഷനും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വൻ ബൃഹത് പദ്ധതിയാണ് കനാലുകളുടെ നവീകരണത്തിന് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതായത് ചെറു ബോട്ടുകളും വള്ളങ്ങളും വരെ ഇറക്കാൻ കഴിയുന്ന രീതിയിൽ പാർവനി, പുത്തനാറും കിള്ളിയാറും ഒക്കെ വീതി കൂട്ടി രൂപീകരിക്കാനാണ് പദ്ധതി. അപ്പോൾ ഇതിനു വേണ്ടി ഫണ്ട് ഇറക്കാനായിട്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മാത്രം വിചാരിച്ചാൽ കഴിയില്ല. അതുകൊണ്ടാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഫണ്ടുകളുടെ ഇതിലിറക്കി വൻ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണ പദ്ധതി രൂപം ഉടൻ തന്നെ പുറത്തിറങ്ങുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.